ഞാനിപ്പോൾ സംസാരിക്കാൻ പോണത് SF ഫിനാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സാംസങ്ങിൻ്റെ ഒരു ഇതുണ്ട്, അതിനെക്കുറിച്ചാണ്. ഇത് സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു ഫോൺ വാങ്ങിച്ചായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ 1 മന്ത് ഡിലേ ആയി. 790 രൂപയായിരുന്നു എൻ്റെ ഡ്യൂ. പക്ഷേ അത് ഡിലേ ആയി. അതിനുശേഷം ഞാൻ അത് അടച്ചായിരുന്നു. അടച്ച ശേഷം വീണ്ടും ഒരു 590 രൂപ ഫൈൻ ഇട്ടായിരുന്നു. അത് ഞാൻ കെട്ടിയായിരുന്നു. അടുത്ത മാസവും ചിലപ്പോൾ എനിക്ക് കെട്ടാൻ പറ്റിയില്ലായിരുന്നു. വീണ്ടും 590 രൂപ ഫൈൻ ഇട്ടായിരുന്നു. ശരി, 2 പ്രാവശ്യം ഇങ്ങനെ ആയതുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഓൺലൈനിൽ സമയമാവുന്നതിന് മുമ്പേ ഓൺലൈനിൽ കെട്ടിയായിരുന്നു. പൈസ കെട്ടിയ ശേഷവും വീണ്ടും ഫൈൻ വന്നു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ആൾറെഡി ഞാൻ കെട്ടിയായിരുന്നു. അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും 590 രൂപ ഫൈൻ ഇട്ടിരുന്നു. അപ്പോൾ നോക്കിയപ്പം ഓട്ടോ ഡെബിറ്റിൽ എൻ്റെ അക്കൗണ്ടിലൊന്നും പൈസ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു ഫൈൻ ഇട്ടെന്ന് പറഞ്ഞ് ചെയ്തായിരുന്നു. അടുത്ത മാസമായി ഞാൻ എൻ്റെ ആ സെയിം അക്കൗണ്ടിൽ ആൾറെഡി പൈസ ഇട്ടിരുന്നു. ഒരു ഓട്ടോ ഡെബിറ്റിന് വേണ്ടിയിട്ട് എടുക്കുമെന്ന് പറഞ്ഞ് പൈസ ഇട്ടിരുന്നു. അതും എടുത്തില്ല. അവസാനം അതും ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് വരെ എൻ്റെ കോള് ഇതായിരുന്നു. ഇവർക്ക് ക്യൂവിലാണ്, നിങ്ങളെ കോള് ക്യൂവിലാണെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടായി. അവസാനം ഇത് ഭയങ്കര ഫ്രോഡ് തനമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ആരും ഇനി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഭയങ്കര ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഞാൻ വേറൊരാളിന് ഫോൺ എടുക്കാൻ വേണ്ടി പോയിട്ട് ബൈ ചാൻസ് എടുത്തിരുന്നെങ്കിൽ പിന്നെ അവരെ വായിലിരിക്കണമെന്ന് ഞാൻ കേൾക്കേണ്ടി വന്നതാണ്. എന്ത് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഭയങ്കര ഒരു ഇറിറ്റേഷനിലാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഒരു ആഡിയോ ഒന്ന് ഇടുന്നത്. നോക്കിയിട്ട് എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാതിരിക്കുക, അത്രയാണ് നല്ലത്. വേറെ ഫൈനാൻസോ മാക്സിമം ക്യാഷ് കെട്ടിയെടുക്കുന്നതാണ് നല്ലത്. ഇത് ഞാൻ എല്ലാ മാസത്തിനും ഇപ്പോൾ 790 രൂപ ഡ്യൂവിന് 590 രൂപ എക്സ്ട്രാ കെട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇവരെ വിളിച്ചിട്ട് ഇവർ കറക്റ്റായിട്ട് റെസ്പോൺസ് ഇല്ല. എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം. കേസ് കൊടുത്താലും കിട്ടുമോ ഇല്ലയെന്നൊരു പിടിയുമില്ല. അങ്ങനത്തെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. നോക്കുക, നിങ്ങളൊന്നും ഇതിലൊന്നും പോയി വീഴാതിരിക്കുക.